ഒരു UDFിന്റെ MLA വാഗ്ദാനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. ഈ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് തുടങ്ങി ഇപ്പം പാലക്കാടേക്ക് കടന്നിരിക്കുകയാണ്. ഈ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വൻ ജനക്കൂട്ടമാണ് രൂപപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ തോളിലേറ്റി അങ്ങനെ അദ്ദേഹം താഴെ നിലത്തൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിരുന്നുണ്ടായിരുന്നു. പിണറായി വിജയനെ കണ്ട ഹാർട്ട് അറ്റാക്ക് വരും. കാരണം പിണറായി വിജയൻ ആരും തൊടുന്നത് പോലും ഇഷ്ടമില്ലാത്ത സമയത്താണ് VD സതീശനെ തോളിലേറ്റി 10,000 നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയി സ്റ്റേജിലെത്തിക്കുന്നത്. ഇതൊരു അത്ഭുത കാഴ്ചയാണ്. ഇത് എന്തിൻ്റെ ട്രെൻഡാണ്? ഇപ്പം മലപ്പുറം വരെ കടന്നു പോകുമ്പോൾ നമ്മൾ VD സതീശനെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ അവരൊന്നും പ്രതീക്ഷയിൽ എത്രയും ജനക്കൂട്ടം എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അവർക്ക് ഒരു ഇതില്ല. ജനങ്ങളിങ്ങനെ ഒഴുകി വരികയാണ്. UDF ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ഒഴുക്ക്, ജനങ്ങളുടെ ഒഴുക്ക് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്? ഇതിൽ പ്രത്യേകിച്ചും നമ്മുടെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വടകര ഏരിയയിൽ കൂടെ പോയി കടന്ന് തലശ്ശേരി, പിന്നെ അത് കണ്ണൂർ, അതേപോലെ മട്ടന്നൂർ, അങ്ങനെ തുടങ്ങി കല്യാശ്ശേരി, പയ്യന്നൂരൊക്കെ ഏരിയയിലൊക്കെ ജനക്കൂട്ടമായിരുന്നു. അവരെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പാനൂർ അവരുടെ പോക്കറ്റുകളിൽ, അതെ, പാർട്ടി ഗ്രാമങ്ങളിൽ പോലെ. അതെ. പിന്നെ അതൊരു കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾ കുറച്ചൊക്കെ സാഡിസ്റ്റിക്കാണ്, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് ജനങ്ങൾ. CPMനെ ഒറ്റയടിക്കങ്ങ് കൊന്നു തീർക്കുന്നതിന് പകരം ത്രിപുര കൈവിട്ടുക, ബംഗാൾ വിളവിട്ടുക, ഇനിയിപ്പോൾ തലയായിട്ട് മാക്സിമം നിൽക്കുന്നത് പിണറായി വിജയൻ്റെ തലയാണ്, ഇരട്ടച്ചങ്കൻ്റെ. അപ്പോൾ ഇതുകൂടെ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഓരോ കഷ്ണമായിട്ട് ജനങ്ങൾ മുറിച്ച് ഇല്ലാതാക്കാൻ അത് സംഭവിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ചില ജില്ലകളിലെ ചില പാർട്ടി, ഇപ്പോൾ പല ജില്ലകളിലും പാർട്ടിയില്ല, അപ്പോൾ ആ രീതിയിൽ ഈ സാവധാനം രംഗത്തുനിന്ന് മറയുന്ന ഒരു രംഗമാണ്. കേരളത്തിൽ എത്ര നാളത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? വളരെ തമാശയായിട്ട് ചിന്തിച്ചാൽ, നമ്മൾ ഉഴപ്പി പറയുന്നതാണ്, ആ രീതിയിൽ പറഞ്ഞാൽ പോലും ഒരു കാര്യം അറിയാം, CPM ജയിക്കുമെന്ന് ഉറപ്പ് പറയാനുള്ള ഒറ്റ സീറ്റുണ്ടോ? ഒറ്റ സാറിന് പറയാൻ പറ്റും? ഇപ്പോഴത്തെ അവസ്ഥയിലില്ല, പക്ഷേ മുമ്പുണ്ടായിരുന്നു. മുമ്പ് എനിക്ക് എടുത്ത് പറയാവുന്ന ഒരു 20 സീറ്റ് എനിക്ക് എടുത്ത് പറയാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതല്ല. ഇനി രണ്ടാമത് സതീശൻ്റെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് സതീശൻ്റെ യാത്ര തുടങ്ങുന്നത് CPMൻ്റെ കോട്ടകളിൽ നിന്നാണ്. കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മഞ്ചേശ്വരത്താണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ പോലും സതീശൻ ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രതികരണം അത് സൂക്ഷിക്കേണ്ടതല്ല, ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കേരളത്തിൽ AKG, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി മരണസമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്, നായനാർ ഉള്ള ആളുകൾ കൊണ്ട ഒരു ജനക്കൂട്ടമുണ്ട്. അവരെ കാണാൻ വേണ്ടി ജനക്കൂട്ടം വരാറുണ്ട്. അതിനെയൊക്കെ മറികടന്നിട്ടുള്ള ഒരു ജനപ്രവാഹമാണ് ഓരോ സ്ഥലത്തും കാണുന്നത്. നമ്മൾ അവിടെ നിന്നുള്ള ലേഖകന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, അവിടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ എവിടെ നിന്നാണ് ജനം ഒഴുകിയെത്തുന്നത് അത് അവർക്ക് മനസ്സിലാവുന്നില്ല. സതീശൻ ഇനി സ്കോർ ചെയ്യാൻ പോകുന്ന അവിടെ അല്ല. ഇതുവരെ രാഷ്ട്രീയ ചർച്ചകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇഷ്യൂസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ഇഷ്യൂസ്, ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസ് ഓരോന്നോരോന്നായിട്ട് വരികയാണ്. ഇപ്പോൾ ശബരിമല കേസിനെ പറ്റിയുള്ള സുപ്രീം കോടതി വിധി വരും, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ വിധി വരും, അങ്ങനെ പല കേസുകളുടെ വിധികൾ കോടതിയിൽ നിന്ന് തന്നെ വരാൻ, ശബരിമലയുടെ കൊള്ളയുടെ വിധി വരും. ഇങ്ങനെ പല കേസുകൾ വരാൻ കിടക്കുകയാണ്. ഈ കേസുകൾ ഓരോന്നും വരുന്തോറും ഓരോ ജഡ്ജി ഓരോ വാചകം, അല്ലെ ഓരോ ജഡ്ജിമെൻറ്റിലെ ഓരോ വാചകവും കോടതിയിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും അതനുസരിച്ച് 1000, 10,000 വോട്ടുകൾ വെച്ച് ആർക്ക് കൂടും? കോൺഗ്രസ്സിന് കൂടും, സതീശൻ്റെ ക്രെഡിറ്റ് കൂടും. സതീശന് പിന്നെ നെഗറ്റീവായിട്ട് കിട്ടിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഭയങ്കരമായ പോലീസ് അതിക്രമത്തിൻ്റെ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കി ആ വഴി കോൺഗ്രസിനെയും ഷാഫി പറമ്പിലിനെയും എല്ലാം കൊടുക്കാം എന്നൊരു കുതന്ത്രം, അത് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയം. അവിടെ ഒരു കോൺഗ്രസ് എന്നുള്ള പാർട്ടി എടുക്കേണ്ട വ്യക്തിയല്ല അവിടെ പ്രധാനം, പാർട്ടി എടുക്കേണ്ട നിലപാട് എന്താണ്? ഇതുവരെ എന്തെടുത്തു എന്നുള്ള പ്രശ്നമല്ല, നാളെ എന്തെടുക്കാൻ പോകുന്നുള്ള പ്രശ്നമല്ല. ആ പർട്ടിക്കുലർ മൂമെൻറ്റിൽ കുറച്ചൊക്കെ വാസ്തവം ഉണ്ട് എന്നുള്ള ഒരു ധാരണ വെച്ച് സതീശൻ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലെടുത്ത നിലപാട് അത് കോൺഗ്രസിന് നേടിക്കൊടുത്ത ചെറിയ നേട്ടമൊന്നുമല്ല, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ വർക്ക് തുടങ്ങാൻ, അല്ലെങ്കിൽ ജനങ്ങളെ സമീപിക്കാനുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് രാഹുൽ മാങ്കൂട്ട സംഭവത്തെ മാറ്റി. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു പാർട്ടി കൊണ്ടും പറ്റിയല്ല. അല്ല, നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാടില്ലാതെ അവരെ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ
അവർക്കൊരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും കുറച്ചു കാലത്തേക്ക് പുറത്താക്കും, പിന്നെ അവർ തിരിച്ചെടുക്കും, എന്നിട്ട് അവർ യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അവരെ പി ശശിയെ പറ്റിയുള്ള റിപ്പോർട്ട് വന്നിട്ട് അയാളെ പിടിച്ച് പുറത്താക്കി വീണ്ടും എടുത്തു. പി ശശിയെ പറ്റി ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ, ഇല്ല. അപ്പം അതേപോലെ നമ്മുടെ ലാസ്റ്റ് മുകേഷിന്റെ കാര്യം, മുകേഷ് MLA ആണ് അവിടുത്തെ, എന്നിട്ടും ഇതുവരെ പാർട്ടി പുറത്തേക്ക് അയാളെ MLA സ്ഥാനത്ത് ഒഴിവാക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഗണേശൻ. അപ്പൊ ഗണേശന്റെ കാര്യം എന്ന് പറഞ്ഞാല് സരിതയിലൊരു കുട്ടി അടക്കമുണ്ട്. എത്ര കുട്ടികളുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത കാര്യം. ശശീന്ദ്രൻ എന്തിന് CPM-ന്റെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടി പെൺകുട്ടികളെ കയറി പിടിച്ചതിനാണ് ആ തല്ലുകൊണ്ട ആളാണ് ഗണേശൻ. അപ്പോൾ അങ്ങനെയുള്ള അവന് കേസുണ്ട്, കൊയിലാണ്ടിയിൽ കേസുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് പിണറായി വിജയൻ ഇടപെട്ടിട്ട് അത് തീർപ്പാക്കിയത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആഭാസന്മാർ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തിരിക്കുകയും MLA-മാരാക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരെ ഒന്നും പുറത്താക്കാൻ പോലും പറ്റുന്നില്ല. മാത്രമല്ല ശബരിമല ഇഷ്യൂവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാറിനെ പോലും പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. കടകംപള്ളി അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. അല്ല, കടകംപള്ളി ഏത് സമയത്ത് പിടിക്കപ്പെടാമെന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുള്ള വിഷയമുള്ള ആളാണ് അദ്ദേഹം. അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ശബരിമല വിഷയമാണെങ്കിലും പെൺ വിഷയത്തിലാണ് ഇത്രയധികം മിടുക്കനായ വേറെ ആരുമില്ല. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിലും മിടുക്കത്തിലും ജനങ്ങളെ പറ്റിക്കാനുള്ള. ശ്രീരാമകൃഷ്ണൻ ആ പാർട്ടി തന്നെ ഉണ്ടായിരുന്ന കേട്ടോ. ശ്രീരാമകൃഷ്ണൻ പിന്നെ കഴിഞ്ഞ ഇലക്ഷന് നിൽക്കാതെ അവസരം കൊടുത്തില്ല, ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി മറ്റാരെങ്കിലും പീഡിപ്പിക്കണം. അപ്പം ഈ രൂപത്തിൽ പാർട്ടി അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ എല്ലാ ഒരു സാമൂഹ്യ തലത്തിൽ ഒരു സദാചാരത്തിന്റെ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ ഒരു പാർട്ടി പാലിക്കേണ്ട വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. അവർ മാന്യത പുലർത്തുന്ന കാര്യം. നേതാക്കന്മാരാകുമ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചിട്ട് VD സതീശൻ എടുത്ത തന്നെയല്ല ബാഡ്. അവരുടെ ഏറ്റവും പ്രമുഖനായ ശക്തനായ യുവജന നേതാവിനെതിരെ പരാതി വന്നപ്പോൾ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അത് പിന്നീട് ശരിയായി വന്നു. കാരണം ബലാത്സംഗത്തിൽ കുറ്റമില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം 3 പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടെന്നും തുടർന്നുള്ളത് ബന്ധപ്പെട്ടുള്ള പെൺകുട്ടികളാണെന്ന് അതൊന്നും കേസ് ഉണ്ടാവുന്നില്ല. കാരണം ബലാത്സംഗമല്ല, പരസ്പരമുള്ള സമ്മതത്തോടുകൂടി. പക്ഷെ അത് ഒരു പാർട്ടി നേതാവായിരിക്കുമ്പോൾ പറ്റുന്ന കാര്യമല്ല, അത് പാർട്ടിക്ക് പോയാൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കി മുൻകൂർ കൃത്യമായി അദ്ദേഹം അത് നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുമായിരുന്നു. എങ്ങനെ ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണോ പിണറായി വിജയൻ തകർത്തത് അതുപോലെ തകർത്ത് കളഞ്ഞത്. ഇപ്പൊ എന്താ ഉണ്ടായത്? രാഹുൽ മാങ്കൂട്ടത്തിന് അതിൻ്റെ അകത്ത് ഫൈറ്റ് ചെയ്ത് കയറാനും പറ്റി, ജനങ്ങളെ പിന്തുണയും കിട്ടി, തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്താര് സതീശൻ. എന്തിന് നിയമസഭയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നിയമപരമായ കാര്യത്തിൽ ഞങ്ങൾ ഒരു MLA-ക്കെതിരെ എടുക്കണം, ബാക്കിയുള്ളവരെ നിങ്ങൾ പിടിച്ച് പുറത്താക്കി കാണിക്കൂ, എന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അധികം എടുത്ത നിലപാടാണ് നിയമസഭയിൽ തൊടാൻ പറ്റാതെ വന്നത്. നെഞ്ചോട് ചേർക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടനെ. അതാണ് പിന്നെ VD സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രത്യേകത. നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും പഠിച്ച് അതിനെങ്ങനെ നേരിടാമെന്നുള്ള ചാണക്യ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ജനങ്ങൾ അംഗീകരിച്ചു. അദ്ദേഹത്തെ എല്ലാവരും പ്രതീക്ഷയോടെ കാണുന്ന ഒരു നേതാവായി. കാരണം ഇങ്ങനെ ആവണ ഒരു നേതാവ്, അല്ലാതെ നിലപാടില്ലാതെ എന്തിനും വളഞ്ഞ വഴിക്ക് ഏത് തരത്തിലാണെങ്കിലും പാർട്ടി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. ശശിന്റെ കാര്യത്തിലൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൊണ്ട് ഇരുത്തി എന്ന് പറയുന്നേരം നമ്മൾ ആലോചിച്ചു പാർട്ടിയുടെ അധപ്പതനം. PK ശശി, ശശീന്ദ്രൻ, നമുക്കൊരു മന്ത്രി ഒരു പെണ്ണിനോട് പറയുന്ന വളരെ മോശമായുള്ള ഭാഷ വന്നിട്ടും അയാൾ അപ്പം പിടിച്ച് പുറത്താക്കണ്ടേ? അത് പിണറായിനെ ബന്ധു ആയതുകൊണ്ടല്ലേ അവിടെ നിർത്തുന്നത്. അല്ല, അതിനൊക്കെ കൂടുതലായിട്ട് ഇവിടെ ചെറിയ പാർട്ടി, വളരെ ചെറിയ പാർട്ടി, എന്നിട്ട് പോലും നടപടി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിക്കുന്ന വിവരം VD സതീശനുണ്ടായിട്ടുള്ള ജനപിന്തുണ, ജനങ്ങൾ അംഗീകരിക്കുന്ന അക്കാഡമിക് നിലവാരത്തിലുള്ള പിന്തുണ, സാധാരണക്കാർ ഒരു നേതാവ് ഇങ്ങനെയായിരിക്കണം ഞങ്ങളെ പ്രതീക്ഷയാണ്. VS അച്യുതാനന്ദന് ആ ലെവലിൽ ഭയങ്കര പിന്തുണ ഉണ്ടായിരുന്നു. അതേ പിന്തുണ ഇപ്പോൾ VD സതീശനുണ്ടായി എന്നുള്ളതാണ് സത്യം. ആ VD സതീശനായ പിന്തുണ വരുന്നത് മാത്രമല്ല, ഈ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം കുന്തമണിയായിട്ട് ശരിക്കും പ്രവർത്തിച്ചതിൻ്റെ ഗുണം കൂടിയാണ്. കാസർഗോഡ് നിങ്ങോട്ട് ഇളകി വരികയല്ലേ ജനം. എവിടുന്നാ വരുന്നത്? അല്ല, പണ്ടേ തകർന്ന് തരിപ്പണമാകേണ്ടിയിരുന്ന CPM-നെ പിടിച്ചു നിർത്തിയത് അച്യുതാനന്ദൻ്റെ സാന്നിധ്യമായിരുന്നു. ഒരു നല്ല വിഭാഗം ജനങ്ങളെ, പാർട്ടിക്കാരല്ലാത്തവരെ പോലും തെറ്റ് കാണിക്കുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ അച്യുതാനന്ദൻ ഉണ്ടാക്കിയിരുന്നു. അച്യുതാനന്ദൻ്റെ കുറേശ്ശെ രംഗത്തുനിന്ന് വിടവാങ്ങുന്നതനുസരിച്ച് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം, മന്ത്രിസഭ എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങൾ, ഒരു ഘടകകക്ഷി മന്ത്രിമാർ പോലും അറിയാതെ പല തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്തു. ഇവിടെ അച്യുതാനന്ദൻ്റെ അഭാവം കോൺഗ്രസിൽ അതുപോലെയുള്ള അഭാവം ഇല്ലായിരുന്നു.
ഒരു ധാർമ്മിക ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ ഇല്ലായിരുന്നു. സുധീരൻ ഉണ്ടായിരുന്നു, സുധീരൻ പക്ഷേ രംഗത്ത് നിന്ന് മാറി. പക്ഷെ മറിച്ച് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം നമുക്ക് ചോദിക്കാം. രമേശ് ചെന്നിത്തലയ്ക്ക് ഒത്തിരി തന്ത്രപരമായി ഒത്തിരി മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. സുകുമാരൻ നായരുടെ അനുഗ്രഹത്തോടെ 5ാം മന്ത്രിസ്ഥാനം മേടിച്ചപ്പോൾ, അതും ഒരു നായരുടെ കയ്യിൽ തന്നെ തിരുവഞ്ചൂർ കയ്യിൽ നിന്ന് മന്ത്രിസ്ഥാനം പിടിച്ച് മേടിക്കുമ്പോൾ രമേശ് ചെന്നിത്തല തോക്കുമായിരുന്നു, ജയിക്കുകയല്ലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും തിരിച്ചടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ സംഭവം. ആശയപരമായ നിലപാടെടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയില്ല. അല്ല, ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനത്തിൽ വി.ഡി. സതീശൻ AKGയെ പോലെയാണ്, VS അച്യുതാനന്ദനെ പോലെയാണ്, ഉമ്മൻചാണ്ടിയെ പോലെയാണ്. ഓരോ വിഷയത്തിൽ നിലപാടുകളുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു അടുത്ത ബന്ധത്തിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രകൃതക്കാരനല്ല. സഭയും സമുദായവുമായി ലിമിറ്റേഷൻ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമാണ്. കാരണം അത് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാനൊരു അനുഭവം ഇല്ലാതെ പറയില്ലല്ലോ. ഒരാൾ വരുമ്പോൾ അടുത്തേക്ക് ഇരുത്തി ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നതും വിട്ടു നിർത്തി മുന്നിൽ അപ്പുറത്തെ ഇരുത്തി സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടെ നിർത്തേണ്ട ആൾക്കാരെ കൂടെ നിർത്തി ചേർത്ത് പിടിക്കാൻ വേണം. അത് ഒരു നേതാവിൻ്റെ കഴിവാണ്. വി.ഡി. സതീശന് അതിന് കഴിവുണ്ട്. എൻ്റെ വീട്ടിൽ അർദ്ധരാത്രി 12 മണിക്ക് പോലീസ് വന്നപ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി DGPയെ വിളിച്ചിട്ട് ശക്തമായ വാണിംഗ് കൊടുത്തു. ഇത് നിയമവിരുദ്ധമാണ്, നിങ്ങൾ നോട്ടീസ് കൊടുക്കൂ, കേസ് എന്താണെന്ന് പിന്നെ നോക്കാം, അതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോ, നോട്ടീസ് അർദ്ധരാത്രി 12 മണിക്ക് നിങ്ങൾക്ക് ഇതാവാൻ പറ്റില്ല, എന്തെങ്കിലും കാരണവശാൽ അവിടെ എന്താ ഞങ്ങൾ DGP ഓഫീസ് വളയും എന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കാരണം അത് നിലപാടാണ്. അദ്ദേഹം നിയമത്തിലുള്ള അറിവ് കൂടിയാണ്. അഡ്വക്കേറ്റ് എന്നുള്ള സുപ്രീം കോടതി വിധികളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയുന്നതുകൊണ്ടും മാത്രമല്ല, ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഒരു തരി പോലും അതിൻ്റെ അത് കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ മുന്നോട്ട് നോക്കിയിട്ടില്ല. അതാണ് നിലപാടെന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളിലുള്ള ഒരാളാണ് നമുക്ക് ശരിക്കും മുഖ്യമന്ത്രിയെ വരേണ്ടത്. കാണുന്നതിനൊക്കെ കള്ളക്കേസ് എടുത്തും വേട്ടയാടിയിട്ടുള്ള നിലപാടുകൾക്കെതിരെ നിയമപരമായിട്ടാണ് ഒരാൾ എനിക്കെതിരെയാണ് നിയമപരമായി എടുക്കണം, ഞാൻ നിയമപരമായി എടുക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ നിയമവിരുദ്ധമായ കാര്യത്തിന് മാത്രമാണ് നമ്മൾ പോലും എതിർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വി.ഡി. സതീശന് വല്ലാത്തൊരു മൈലേജ് എല്ലാ തരത്തിലും കിട്ടിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ മതേതരമായിട്ടും എല്ലാ ജാതി മതങ്ങൾക്കപ്പുറം മനുഷ്യരായി കണ്ടുകൊണ്ടുള്ള നിലപാടുകൾ, അതുപോലെ സമൂഹത്തിൽ കാണിക്കേണ്ട സദാചാര മൂല്യങ്ങൾ, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് വലിയ ഒരു മാറ്റം, വലിയൊരു എന്താ പറയുക, മുമ്പ് നമ്മൾ നഷ്ടപ്പെട്ടു പോയി മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ പൂർണ്ണമായി നശിപ്പിച്ചു പോയിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനോഭാവമാണ് ശരിക്ക്, പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനോഭാവമാണ് ശരിക്ക് വി.ഡി. സതീശനുള്ളത്. അതുകൊണ്ടാണ് സുരേഷിനെ പോലുള്ള ആളുകൾ, ആയിഷ പോറ്റീനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് UDF-ലേക്ക് ഇറങ്ങി വരാൻ കാരണം ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് മുന്നിൽ വന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഇത് കൂടിയാണ് ഈ ജാഥയുടെ വിജയം കൂടി. ജാഥ നയിക്കുന്ന ആൾ ശരിയല്ലെങ്കിൽ പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ജനക്കൂട്ടം 2, 3, 4 കാര്യങ്ങൾ കൊണ്ടാണ് ജനക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണം സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ അസഹനീയമായി മാറിയിരിക്കുകയാണ്. അറപ്പും വെറുപ്പാണ് പിണറായി ഭരണത്തോട്. അതിന്റെ ഭാഗമായിട്ടാണ് ജാതി മതങ്ങൾക്കപ്പുറം പാർട്ടികൾക്കപ്പുറം CPM-ന്റെ അണികളടക്കം CPI-യുടെ പൂർണ്ണമായ അണികളും അങ്ങനെ ഇതൊന്ന് മാറിക്കിട്ടണം, എങ്ങനെയൊന്നും മാറിയാൽ മതി എന്ന് പറയുന്ന ഒരു സമീപനത്തിൽ പോവുകയാണ് ജനം. അതാണ് ആ ജനക്കൂട്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമല ഇഷ്യൂ ചെറിയ ഇഷ്യൂ ആയിട്ട് കാണരുത്. അത് വളരെ ഭീകരമായ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സ്ത്രീ പ്രവേശനത്തിൽ പോലും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ച് തുപ്പാൻ വയ്യ എന്നുള്ള രൂപത്തിലാണ് പിണറായി വിജയൻ. മുമ്പ് ആ ഇലക്ഷൻ സമയം വയ്ക്ക് അയ്യപ്പൻ കൊടുത്ത പണി നോക്കിയാട്ടെ. അയ്യപ്പനാണ് ഇപ്പൊ ഏറ്റവും അധികം കളിക്കുന്നത്. അയ്യപ്പനിട്ട് അവര് കൊള്ള ചെയ്യാൻ പോയി. അയ്യപ്പന് ഇയാളെ ഇറക്കാനുള്ള, പിണറായിനെ ഇറക്കാനുള്ള കൃത്യസമയത്ത് ഇലക്ഷൻ സമയത്ത് ഇത് ലൈവ് ആക്കി നിർത്തി. അവരെ കൊള്ള ചെയ്തതിന്റെ വ്യക്തമായ തെളിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരില്ലേ, ഹൈക്കോടതി പറയല്ലേ അത് മോഷ്ടിച്ചില്ലേ, മറ്റേ മോഷ്ടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനം അല്ല, ഒരു കാര്യം കൂടി, ഇത് മാത്രമല്ല, വെള്ളാപ്പള്ളിനെ പോലെ ഒരാളെ കാറ് കയറ്റിയോട് കൂടിയിട്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ഒറ്റ ഏകീകരണം നടന്നു. അതെ, നായർ വോട്ട് മൊത്തം അടക്കാൻ കൊണ്ട് ഏകീകരണം തോന്നി. വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് വാ തുറന്ന വർഗീയമാണ് ഇപ്പം പറയുന്നത്. മലപ്പുറത്ത് പോയിട്ട് അവർക്ക് ഈ 10 വർഷത്തിനുള്ളിൽ സ്കൂളുകൾ അവർക്കൊന്നും കിട്ടിയില്ല, അവരെ പിണറായി അല്ലേ കൊടുക്കാത്തത്. അവിടെ കാന കൊണ്ട് മരിച്ച ഒരു പയ്യന് നഷ്ടപരിഹാരം കൊടുത്തതിന് അതുപോലും ജാതിയായിട്ട് കണ്ടതാണ്. അപ്പൊ ഈ വിധത്തിൽ ജാതീയമായി നമ്മുടെ ഗുരു പറഞ്ഞ എന്താ, ജാതി പറയരുതെന്നാ, ജാതിയും അതൊന്നും പറയാൻ പാടില്ല എന്ന് നമ്മളെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ജാതിയേ പറയുള്ളൂ.
ഇഴവ 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 എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. ഇഴവ എന്നുള്ളത് പറയാൻ പാടില്ല എന്നാണ് ശരിക്കും ഗുരുദേവൻ പറഞ്ഞത്. ജാതിയില്ല മതമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മാറ്റി മൂപ്പര് ജാതിയുടെ ആളാകാൻ പറയുക മാത്രമല്ല ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായി UDF-ലേക്ക് വരുന്നു. ആ ജനക്കൂട്ടം മൊത്തത്തിൽ VD സതീശൻ പറഞ്ഞ മതേതരമാണ്. ഇപ്പൊ മതേതരമാണ്, ഞങ്ങൾക്ക് ജാതി മതമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ അർത്ഥത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള മുന്നേറ്റമാണ്. പിണറായി വിജയന്റെ തട്ടകങ്ങൾ ധർമ്മടം അടക്കമുള്ള മട്ടന്നൂർ അടക്കമുള്ള പയ്യന്നൂരടക്കമുള്ള തലശ്ശേരി അടക്കമുള്ള എന്ന് പറയും. ചിലപ്പോൾ തലശ്ശേരി വലിയ കുഴപ്പമില്ലാതെ ഷംസീർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടേയിരിക്കാം. ഷംസീറിനോട് കുറച്ചൊരു മതിപ്പ് ജനങ്ങൾക്കിടയിലുണ്ട്. അദ്ദേഹം പലപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാളെ, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ 1, 2, 3, 4 സീറ്റ് കിട്ടുമായിരിക്കും. ഈ 48 സീറ്റാണ് ഇതുവരെ മലപ്പുറം വരെ. 48 സീറ്റിൽ ഒരു 44 സീറ്റ് വരെ UDF ജയിക്കാൻ സാധ്യം. ചിലപ്പോൾ പൂർണ്ണമായും തൂത്തുവാരാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റയാളുടെ കുറവ് സതീശനൊപ്പം വേണമായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല, ഭൂമിയിലില്ല. PT തോമസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, PT തോമസ് VD സതീശൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് ഒരു ദിശാബോധം കൊടുക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് കൂടി ഉണ്ടാകുമായിരുന്നു. PT തോമസിനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒന്ന്, അദ്ദേഹം നിയമസഭയിൽ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരാള് കള്ളുഷാപ്പിൽ കുത്തേറ്റ് മരിച്ച ആൾ പത്രവാർത്തയൊക്കെ വന്നു. പിറ്റേ ദിവസം പാർട്ടി CPM എന്ത് ചെയ്തു, അവിടെ പള്ളി സംരക്ഷിക്കാൻ പോയതിന്റെ പേരിൽ കുത്തേറ്റ് മരിച്ചു എന്നൊരു കഥ ഉണ്ടാക്കിയ തെളിവുകൾ സഹിതം ഇവിടെ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ MM ലോറൻസിനോട് ചോദ്യം ചോദിച്ചു. ലോറൻസ് ചേട്ടാ, ആ പിണറായിന്റെ ഒരു ആൺകുട്ടി കൊടുത്ത പരാതി ഉണ്ടായിരുന്നല്ലോ, അത് എന്താക്കി? അത് പറഞ്ഞു തീർത്തു. അത് അവസാനം ഞാനായിരുന്നു കമ്മീഷനെ വെച്ചത്, അദ്ദേഹത്തിനെ കമ്മീഷനാക്കി വെച്ചിരുന്നു. അദ്ദേഹം ഞാൻ പിന്നെ ആർക്കും ദോഷമില്ലാത്തൊരു പിണറായിനെ നശിപ്പിക്കേണ്ട വെച്ചിട്ട് സംഭവം സത്യമായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, അപ്പുറത്തേക്ക് പറഞ്ഞ ആവശ്യമില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർക്കാണ്ട്, ഈ എൻ്റെ ഓഫീസ് കത്തിച്ചപ്പോൾ ലാവ്ലിൻ കേസ് രേഖകൾ നഷ്ടപ്പെട്ടപ്പോൾ VS അച്യുതാനന്ദൻ PC ജോർജ് വഴി എനിക്ക് ഡോക്യുമെന്റ് എത്തിച്ചു. അതേപോലെ PT തോമസ് എത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. വേണ്ടപ്പെട്ട ഓക്കെ.